പിന്നെ എങ്ങട്ടാ പോണ എങ്ങട്ടാ? നേരെ മുന്നിക്ക് പോയിക്കൊണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഒരു മുന്നിലൊരു പോയി വണ്ടി ഇടിക്കാൻ പോയി. നമ്മളൊക്കെ എവിടെങ്കിലും കുത്താനോ തട്ടാനോ പോയി കഴിഞ്ഞാ കേക്കണ്ടി വരും. ശ്രദ്ധ എവിടെയായിരുന്നു? ശ്രീമോള് ലെഫ്റ്റിക്ക് നോക്കിയോ? ശ്രീമോള് ലെഫ്റ്റിക്ക് നോക്കിയോ? അയ്യോ മുട്ടിയിലാറ് നിന്നു. ആ വണ്ടി പോയി നിന്നു. അതാണ് ഞാനല്ല ഫൈൻ വാങ്ങിച്ച ആള് കേട്ടോ. അത്രയും കൊല്ലായിട്ട് ഫൈന് കുഴപ്പമില്ല, ഇടിച്ച് പൊളിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലേ. ശ്രീമോളെ ശ്രീമോളെ തെറ്റ് ശ്രീമോളെ ഭാഗത്താണോ? തെറ്റ് ശ്രീമോളെ ഭാഗത്താണോ? ഇവിടെ ഞാൻ ചോദിച്ചതിന് പറ, ശ്രീമോളെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരും ശ്രീമോളെ ഭാഗത്ത് യെസ് ഓർ നോ ഞാൻ ചോദിച്ചത്. ഓക്കെ ബസ്. പഴഞ്ചൊല്ലുണ്ട്, എന്തായാലും പഴഞ്ചൊല്ലുണ്ടല്ലോ. കാരണവന്മാർക്ക് അടുപ്പിലും ഡാഷാ. വിലാജിയോ മാളിലേ ശ്രീ വിലാജിയോ മാളില് റോളർ കോസ്റ്റർ ഒക്കെ എങ്ങനെ കോൺസെൻട്രേഷൻ കളയരുത്. എന്നിട്ട് അവിടെ തട്ടി ഇവിടെ തട്ടി എന്ന് പറഞ്ഞ് ഇന്റെ തലയ്ക്ക് ഇടാനല്ലേ. വിലാജിയോല് റോളർ കോസ്റ്ററിലേക്കോ ഞാൻ പോയിട്ടുണ്ടോ? നന്ദയ്ക്ക് പോണോ റോളർ കോസ്റ്ററില്? ശ്രീ അതില് ഐസിൽ സ്കേറ്റിംഗ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, ചെയ്തു തരുമോ? പൈസ കൊടുത്താൽ മതി. ഓ എത്ര കൊട്ടിക്കടന്നൊക്കെ പറഞ്ഞ വാരി എറിയണ തരും. ഉറപ്പാണോ? എനിക്ക് ചെയ്യാൻ തരുമോ? ആ ഒരു 100 കാണി കൊടുക്കുവോ? റോളർ കോസ്റ്ററില് 35. ഞങ്ങള് കോസ്റ്റ്യൂം മാറ്റി നീച്ചക്ക് പാവാട ഇട്ടൊരു കുട്ടിക്ക് പുറത്തു വന്നും പറ്റില്ല. ട്രഡീഷണൽ ലുക്കായി. ദൈവം കടാശിച്ച് ഒറ്റ അതിന് ശ്രീമോക്ക് വന്ന ശ്രീമോള അന്ത്യാണ്. ആയിക്കോട്ടെ, ശ്രീമോക്ക് ഒറ്റ ഒന്ന് വന്നാ ശ്രീനത്ത് കൊറേ അടിച്ച ഡയലോഗുകൾ ഉണ്ട്. കാരണം ഒറ്റ ഫൈന് വന്നിട്ടുണ്ടെങ്കിൽ ശ്രീമോള് തീർന്നു. 100ന്റെ റോട്ടിലൊക്കെ 100ന്റെ മേലേക്ക് കയറി പോയതൊക്കെ കണ്ടിട്ടുണ്ട്. വരുമല്ലോ നോക്കണം. 80ന്റെ റോട്ടിൽ 90 വരെ പോയിട്ടുണ്ട്. അടിക്കോ നോക്കട്ടെ. പിന്നല്ലാതെ നിങ്ങൾ എനിക്ക് ലൊക്കേഷനൊക്കെ വഴിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഇട്ട് പോലല്ലേ. കണ്ട് വണ്ടി ഓടിക്കുമ്പോ അതൊക്കെ ശ്രദ്ധിക്കണം. നോക്കാം നമുക്ക്. എന്തിനു ഞാൻ പറയേണ്ട ആവശ്യം? വണ്ടി ശ്രീമോള് ക്യാമറ കാര്യങ്ങളൊക്കെ ശ്രീ കാണുന്നുണ്ട്. സുഭാഷേട്ടാ ഫൈന് വന്ന അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരുമോ? വരൂല്ലേ? മറ്റേ ഫോൺ എടുത്തിട്ടില്ലല്ലോ. ജോലി തന്നെ. ഇതാരെ വീടാ? യമ്മേന്റെ ഫ്രണ്ടിന്റെ വീടാ. എന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഒരുക്കി ഇറക്കിയത്? എന്റെ അജുമാവൻ എന്നെ ഈ കോലത്തിലാക്കിയോ? ഷിലുവിന്റെ ഗാർഡനൊക്കെ ഇത് തിന്നാൻ പറ്റൂട്ടോ നന്ദ. ഈ സാധനം തിന്നാൻ പറ്റും. അത് ഉണങ്ങിപ്പോയി. ഇതെന്താ സാധനം? എന്താ സാധനം? എന്താ പൂക്കളാ? എന്താ പൂച്ചക്കുട്ടികളൊക്കെ വലുതായല്ലോ. പൂച്ചേന്റെ അമ്മ അതാക്കണ. ഇതാണ് അതിന്റെ അമ്മ. എന്ത് ഭംഗിയുള്ള അമ്മയല്ലേ. പിടിച്ചു തരുമോ? ഇപ്പൊക്ക് വേണമെങ്കിൽ നീ ഒറ്റയ്ക്ക് പിടിക്ക്. ഒരാള് കിടക്കണുണ്ടോ? ഓടിച്ചു പോലെ. എന്താ ചെരുപ്പൊക്കെ എടുത്ത് ഇറങ്ങണോ? ഇവിടെ നിന്നാണ് ശില്പത നന്ദക്കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരല് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നിങ്ങളാണല്ലേ ശില്പയ്ക്ക് ഇതൊക്കെ കൊടുക്കുന്ന ആൾക്കാര്? ഇവിടുത്തെ സാധനങ്ങൾ മൊത്തം ഞങ്ങളെ വീട്ടിൽ വന്നിട്ടാണേ പൊട്ടിക്കലൊക്കെ. നന്ദ ചാടി ഇറങ്ങിയതാ, കട ഇറങ്ങിയതാ ഞങ്ങള്. എന്താ നന്ദേന്റെ മിഠായി ഉണ്ടോ? നന്ദേന്റെ ബർഗർ മിഠായി. ഇതാണ് നന്ദേന്റെ ബർഗർ മിഠായി. ഏതാ സാധനം? കുഞ്ഞുമോളെ ഇതാണ് സാധനം. എന്താ ഇതിന് പറയാ? സ്ലിംഗ് ഷോട്ട്. ഇത് വേണോ? ഇത് എത്രയാണ്?
ഒന്നും കൂടി എടുത്തോ, ആയുവിനും കൂടി എടുത്തോ, അല്ലെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പോൾ ആയുവിനും ഉണ്ടാവില്ല. അയ്യോ ഇത് അതന്നെയാണോ? ഒന്നും കൂടി ഉണ്ടോ അത്? അവിടെ ഒരാളും കൂടി ഉണ്ടേ. ജെല്ലി മിഠായികള്. ഇതെന്ത് ബോളാ? ബോൺസി എന്നല്ലേ? വയലിടരുത് കേട്ടോ. അത് ബോളാണ്, ബോള്. അതിങ്ങനെ ഇട്ടാ അങ്ങനെ പൊങ്ങി വരും അത്രേ. കണ്ടോ? അതിപ്പോ അതിന്റെ കടേന്റെ ഉള്ളിക്ക് എവിടെയും പോയി പോയോ? എന്താ പറയാ, നിങ്ങളൊക്കെ പോയേക്ക് നാളെ ഈ ഗ്രോസറിയിൽ വരണേ. പോരെ പോരെ. എന്നാ ശരി കേട്ടോ. ഇക്ക പാനീന്റെ സ്വന്തം കടയാണ്. അതിനകത്തൊന്നും ഇല്ല കേട്ടോ, എല്ലാം ഉണ്ട്. ശരി കേട്ടോ. ഡെലിവറിക്ക് പോവാണ്. ഓക്കെ ബൈ. ഒരു സാധനേ കൊണ്ടു കൊടുക്കാൻ പോവാണ്. ഈ കട നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എന്താ ഇവിടെ വരുമ്പോ കറക്റ്റ് അടയാളത്തിനാ? അതെന്താന്ന് അമ്മയ്ക്ക് അറിയില്ല. അത് അങ്ങനെ ഓടാനാവും. ഈ മരത്തിന്റെ ഷേപ്പ് കണ്ടോ? എന്ത് ഭംഗിയല്ലേ? കുഞ്ഞു മരല്ലേ? വേസ്റ്റിന്റെയാ? ഞാൻ രസം മരാണെന്ന് കളയാള. വായു വായു. ഓടി. ഈ മരം ഇഷ്ടപ്പെട്ടെ? കഴുത്തിനോട് പിടിച്ച് മെല്ലെ കൊണ്ടായ താറാവ് കേട്ടല്ലോ. തെളിവുണ്ടേ ഇവന്റെ ആഗ്രഹങ്ങൾ. താറാവല്ല, ഫ്ലൈയിങ് ഡക്കാണ്. ഞങ്ങള് പണ്ട് ആലപ്പുഴ പോകുമ്പോഴേ ജീവനോടെ അങ്ങോട്ട് ഒരു തരും. കഴുത്തും ഇതൊക്കെ ചുറ്റിട്ട് കേട്ട് വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അതിന്റെ ടേസ്റ്റ് ഞങ്ങൾ പറയും. ആമ നോക്കുന്നുണ്ടോ? അതിന് നോക്കുന്ന ഒരു ആമ കണ്ടോ? മീനുണ്ടോ? വലിയ മീൻ. എവിടെ ആമ? വേറെ എവിടെ ആമ? ആമ ഉണ്ട്. ആമ ഉണ്ടോ? കയ്യിറക്കി എടുക്കും. എന്താ ഒന്നിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയാലോ? എന്താ ആ കുഞ്ഞേതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയാലോ? ഒരു താറാവിനെ വേണോ? അമ്മ അപ്പൊ പിടിച്ചു തരട്ടെ? പിടിച്ചു തരട്ടെ? പിടിച്ചു തരാം. തരട്ടെ? പിടിച്ചു തരാം അമ്മ. അപ്പുറത്ത് അരുവിക്ക് അമ്മ മുന്നിലിരിക്കാട്ടോ. ബാക്കില് കേറിക്കോ. അവിടെ ഇരുന്നു. എന്താ ഇഷ്ടപ്പെട്ടോ? നമ്മള് ബാക്കിക്ക് അണക്കു ചവിട്ടുന്നത്. മുന്നിക്കലൊക്കെ പോണ്ടേ? മുന്നിക്കാണോ പോണ്ടേ? ഇത്തിരി ബാക്കോട്ട് എടുക്കും, എന്നിട്ട് പോവാം മുന്നിക്ക്. എന്താ ഇഷ്ടപ്പെട്ടോ? പൊന്നോ പേടിയുണ്ടോ? അപ്പൊ പേടിയുണ്ടോ? അങ്ങനെ വീഴരുത് കേട്ടോ. പിടിച്ചിരിക്കണേ. ടോർച്ച് ടവർ എന്തിനും മതി. നമുക്ക് കൊറേ നേരം വണ്ടി ഓടിക്കണം. എന്താ ഇവിടെ പേടിയുണ്ടോ? ഹക്കു പൈലറ്റ്, ഞാൻ കോ പൈലറ്റ് ആണ്.
പൈലറ്റ് ആ വാട്ടർഫാളിന്റെ അടുത്തേക്ക് ഒന്ന് വിടുവോ? ആ വാട്ടർഫാളിൽ കൊണ്ട് നനയ്ക്കരുതേ, ഒന്ന് കണ്ടാ മതി. അയ്യോ ഭീമ ചവിട്ടണ്ട, ഞാൻ ചവിട്ടിക്കോളാം. എന്റെ നന്ദക്കുട്ടിക്കാണ് ധൈര്യം. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പേടിയുണ്ടോ? ചെക്കാവൊന്നുമില്ല, നമ്മള് ഡക്കാണല്ലേ. അതിനങ്ങനെ ചുറ്റി വരാം, നമുക്ക് ആ കൂടിനെ ചുറ്റി വരാം. കണ്ടോ, ഈ കൂടിന്റെ അടുത്ത് കൂടെ പോണ്ട. ഇല്ല, നമ്മളെ വണ്ടി അടി വീങ്ങുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് പോകാൻ പറ്റൂല, ഇവിടെ തന്നെ ചീറ്റലടിക്കുന്നു. നല്ല എക്സസൈസ് ആണ് കേട്ടോ. ഇതാ പുൽക്കൂടിന്റെ അടുത്തെത്തി. എന്താ നമ്മള് കൊക്കിനെ കണ്ടോ അവിടെ? കണ്ടോ? പൈലറ്റെ മെല്ലെ ചവിട്ടിയാ മതി. പൈലറ്റെ എടാ അങ്ങോട്ട് കൊണ്ടുപോലടാ, വെള്ളം തെറിക്കുന്നു. ചീറ്റലടിക്കുന്നില്ലേ? എന്താ മേലേക്ക് വരുന്നില്ലേ? അമ്മയൊക്കെ വെള്ളത്തിന്റെ അടുത്തേക്ക് പോലടാ, നനയുന്നു. അച്ഛനെ കാണാ എന്താ അതാക്കണ്, റോന്തി കുത്തുന്നു. ഡ്രിഫ്റ്റ് ഒന്നും ചെയ്യണ്ട, ഈ മര്യാദയ്ക്ക് ഓടിച്ചാൽ മതി. ഓ അച്ഛനോട് എന്തോ ഒരു സ്നേഹം. നന്ദേനും നമ്മളല്ല നിന്നെ. എത്ര മിനിറ്റായി? എത്ര മിനിറ്റായി? 20 നന്ദ, നമുക്ക് അങ്ങനത്തെ ബോട്ട് മതിയായിരുന്നു അല്ലേ? ആരാ കണ്ടത്? ഞാനും എന്റെ നന്ദക്കുട്ടി. ഹലോ ഗൈസ്, ഇതാണോ വാട്ടർഫോള്? എന്താ നല്ല വെള്ളം തെറിയുണ്ട് അല്ലേ? അക്കുവിന് ഈ വെള്ളം തെറിപ്പിക്കാനായിട്ടുണ്ടല്ലോ, അതിന്റെ അടുത്ത് കൂടെ പോവാറിഞ്ഞ അക്കു വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാ കേട്ടോ. അതല്ല, ഓക്കെ പ്രശ്നമില്ല. ഇപ്പൊ ഒന്നേ ഉള്ളൂ. അപ്പൊ തിരിക്കെ അടുത്തേക്ക് പോവല്ലേ? നന്ദയ്ക്ക് ബോൾ അങ്ങോട്ട് തിരിക്കോ, അങ്ങോട്ട് തിരിക്കി. ഓടി നടന്നു അതിനുള്ളിൽ പോയി കുടുങ്ങി, വെള്ളം നിറഞ്ഞ് നമ്മളെ മേലും വെള്ളം വന്ന് ഇറ്റ് വിൽ സിങ്ക്. അങ്ങനെ നമ്മള് ബോട്ട് അടുപ്പിക്കുകയാണ്. നന്ദയ്ക്ക് എന്താ സംശയം? അക്കുവിനെ ഇനി എങ്ങനെ കയറ്റുന്ന നന്ദയ്ക്ക് സംശയം. വാ, ഡ്രസ്സ് ഊരി തരാം. വാ, അങ്ങനെ ഊര. സ്റ്റാറിനെ പിടിക്ക്, മേലെ അതൊരു സ്റ്റാർ പിടിക്ക്. പിടിച്ചോ, അവിടെ ഈ സൈഡില്. ഇവിടെ ആ കൈ കൊണ്ട് പിടിച്ചോ. അവിടെ എടുത്തി കെട്ടി താത്ത് ഇങ്ങനെ പിടിക്ക്. ആ പിടിച്ച് എടുത്തോ. എവിടെ ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നോ. www.ഇപ്പൊക്കിട്ടും.നോക്കിയിരുന്നോ.com. ഇതാരാ? എന്താ കുതിര? എന്താണ് ആഗ്രഹം? എന്തിനാ? ഒരു ഡക്കിനെ പിടിച്ചു കൊടുക്കാൻ. ഡക്കിനെയോ? അതിനെന്താ പിടിച്ചോ? ഞാൻ പിടിക്കാനല്ലേ?
തൊണ്ടിയൊക്കെ എന്നെ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടിട്ടാ. ഞാൻ പിടിക്കണം അല്ലേ? ഈ ബ്രൂട്ടസിനെ ഞാൻ ബാഗ് പോയി ബാഗ് എടുക്കാലോ. ഈ പിടിച്ചു കൊടുക്കുവോ അജു? കാര്യായിട്ടാ അജു? ഞങ്ങക്ക് പിടിക്കാറിയോ? അതെന്താ ഒച്ച? നമ്മളങ്ങനെ വിളിക്കാം ബബ്ബ ബബ്ബ. താറാവിനെയോ? അജു പിടിക്കോ? ഈ താറാവല്ല, അതുകൊണ്ട് വരാത്ത. ഇത് ഫ്ലൈൻ ഡക്കാ. ഫ്ലൈൻ ഡക്കിന് വേറെ സൗണ്ടാ. അതെങ്ങനെയാ? അതാ സെക്യൂരിറ്റി അടിക്കൂട്ടോ. അജു ആ ഒച്ച ഏറ്റു തോന്നുന്നു. എല്ലാം കൂടെ കൂട്ടത്തില് കരയുണ്ട്. എനിക്കാഗ്രഹമല്ല. കണ്ട് കോഴീന് കോഴിക്കള്ളം താറാവെള്ളം എന്നൊക്കെ വിളി വരും. നാണക്കേടില്ല. നനയല്ലേട്ടോ? എന്താ നനയരുത് കേട്ടോ. വേണ്ടേ? ഈ മെല്ലെ മെല്ലെ പോയി അങ്ങോട്ട് പോവും. ഇല്ല അയ്യമ്മ വേണ്ട മോനെ, നിന്നെ എനിക്ക് വിശ്വാസമല്ല. മതി പോര്. ഈ ഇതിങ്ങനെയാണ് എക്സസൈസ്. ഇങ്ങനെയാ നമ്മൾ ചെയ്യേണ്ട. എങ്ങനെയാ ശ്രീ? അജു 10 കിലോ കുറഞ്ഞു. വാ പോര്. അജു ഇനിയും കൂടി ഒന്ന് ഇരുത്തുവോ? മോനും അച്ഛനും എന്ത് അടി കൊടുത്ത് എറിഞ്ഞു? എന്നാണല്ലോ. കുറച്ചും കൂടി കഴിയട്ടെ ടക്കു. ഓന് അക്കുവിന് അപ്പേക്കോളെ എടുത്ത് ഇന്നോട് അക്കു കയറാൻ പറയുന്നു കോളത്ത്. എന്താ അക്കുവിന്റെ വിചാരം? അക്കുവിന്റെ വിചാരം അക്കു ആരാന്നാ? ലൈസൻസ് എടുക്കാം. ലൈസൻസ് എടുക്കാനായി വണ്ടി ഓടിക്കാൻ. ഞാൻ വിചാരിച്ചു 2 കൊല്ലം ഇഞ്ഞോണ്ടാ. പക്ഷെ ഓന്റെ ഇതില് അടുത്ത കൊല്ലത്തേക്ക് സെറ്റാ. ഇനിയിപ്പോ ഞാൻ എടുക്കേണ്ട ആവശ്യമല്ല വണ്ടി ഓണിക്കും. സത്യത്തിൽ ഓന്റെ ചെറുതാ. പറഞ്ഞാക്കി വെച്ചിരിക്കണോ അടുത്ത വർഷം ലൈസൻസ് എടുക്കാന്ന്. ആരാ പറഞ്ഞേ? പക്ഷെ വയറ് തട്ടുന്നുള്ളൂ സ്റ്റിയറിംഗ്. വണ്ടി ഓടിക്കാൻ അറിയോ? ഇന്റെ തട്ടുണ്ട്, അതുകൊണ്ടല്ലേ പറഞ്ഞേ. രണ്ടാളതും തട്ടും. രണ്ടും ഒരേ കണക്കാണ്. ഇരിക്കരുതേ എടാ, എന്റെ കുട്ടീന്റെ ഊരൊടിയും. ഓ എന്നെ കൊണ്ടുപോവാ. ഓ എന്നോട് പറഞ്ഞത് കേറാൻ. കുത്തിങ്ങനെ വെറുതെ അങ്ങനെ ഞാൻ മനസ്സിലായിട്ടൊക്കെ അജോ ഇവിടുന്ന് ആരെങ്കിലും എടുത്തു കൊണ്ടോണ്ടി വരും കേട്ടോ. ഒന്ന് വിളിക്കിയാല് അജുവിന് കൊളത്തി പിടിച്ചിട്ടോ. ഞാൻ അപ്പളേ പറഞ്ഞതാ. അയ്യോ എന്താണ്? ചാടിക്കോ, നിന്ന് ചാടിക്കോ. പണ്ടത്തെ കോലാന്ന വിചാരം, അനങ്ങാത്ത ശരീരാണ് ഇപ്പോ. എന്തെന്ന് അജു ഈ കരുതിയത്? അജുന് വയ്യട്ടോ. എവിടെയെങ്കിലും വീഴോ? എന്താ അടുക്കി വെച്ചോണ്ടിരിക്ക? സെയിം ഉണ്ടോ? ശരിയായില്ല ഇല്ലേ? പോവാം. ഇല്ല സർ, ഓർഡർ ആയില്ലേ? കൊടുകൈ വിടുകൈ ബപ്പാം. മതി പോര്.
ഇന്ന് തീരൂല. ഇത് വട്ടത്തിൽ കുറേ ഉണ്ട് അറേഞ്ച് ചെയ്യാൻ. ഇന്ന് തീരൂല. കണ്ടോ ഇവിടെയൊക്കെ ഉണ്ട്. അത് മേടിച്ചു പോകും. ഉമ്മ തൊട്ട് നോക്കണം. പൂച്ച പിടിക്കാനേ മതി. അവിടെ തൊടല്ലേ കേട്ടോ.